നമ്മുടെ ഈ യാത്രയിൽ ചരിത്രവും സംസ്കാരവും മാത്രമായാൽ ശരിയാകുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പോകുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച കാണാനാണ്. പിന്നെ ഇതിന് തൊട്ടു പിന്നിലെ യാത്രാ വിവരണങ്ങളിലും രസകരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ വേഗം കണ്ട് തിരിച്ചുവായോ, എന്നാൽ മാത്രമേ ഈ യാത്രയുടെ പൂർണ്ണമായൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആന്ധ്രയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെയും കന്നുകാലികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അറിയാലോ. ഇവിടുത്തെ ജനങ്ങളുടെ 60% കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ്. സംസ്ഥാനത്തെ പ്രധാന ഭക്ഷ്യവിളയും പ്രധാന ഭക്ഷണവുമാണ് അരി. അതും അറിയാലോ. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ആന്ധ്രയെ ഇന്ത്യയുടെ അരിപ്പാത്രം എന്ന് അറിയപ്പെടുന്നത്. നെല്ലിന് പുറമെ ചോളം, പയർവർഗ്ഗങ്ങൾ, എണ്ണവിത്തുകൾ, കരിമ്പ്, പരുത്തി, മുളക്, കുരുമുളക്, മാങ്ങ, പുകയില എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിലും ആന്ധ്ര ജനപ്രിയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര ആന്ധ്രയിലെ കൃഷിക്കാഴ്ചകളിലേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഗുണ്ടൂർ മുളക് എന്ന് കേട്ടിട്ടുണ്ടോ? ആഗോളതലത്തിൽ വളരെ പ്രശസ്തമായ ഗുണ്ടൂർ മുളകിന്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. റോഡിന് ഇരുവശത്തും ആര്യവേപ്പിന്റെ മരങ്ങളാണ് തഴച്ചു നിൽക്കുന്നത്. കേരളീയർക്ക് തെങ്ങ് പോലെയാണ് ഇവിടുത്തുകാർക്ക് ആര്യവേപ്പ്. ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന വൃക്ഷം കൂടിയാണ് ഇത്. ധാരാളം കൃഷിയിടങ്ങളും ഇവിടെ കാണാം. ഈ കാണുന്ന സ്ഥലമാണ് ലോകപ്രശസ്തമായ ഗുണ്ടൂർ മുളക് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുകയാണ് ഈ കൃഷിസ്ഥലം. നെല്ലിന്റെ കൃഷി സമൃദ്ധമായി കണ്ടെങ്കിലും ഈ യാത്രയിൽ ഇങ്ങനെയൊരു കാഴ്ച ആദ്യമാണ്. വിളഞ്ഞ് പാകമായി വിളവെടുപ്പിന് തയ്യാറായാണ് ഇവ നിൽക്കുന്നത്. ഇത് സാധാരണ ചന്തമുളകല്ലാട്ടോ. വറ്റൽ മുളകിന് വേണ്ടിയാണ് ഇവിടെ ഈ കൃഷി ചെയ്യുന്നത്. ഇനി മറ്റൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. വിളവെടുത്ത മുളകുകൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇത്. ഇതൊക്കെ എന്ത്? ഇതിലും വലിയ കാഴ്ച കാണണമെങ്കിൽ ഗുണ്ടൂർ മിർച്ചി യാർഡിൽ പോകണം. വിളവെടുത്ത മുളകുകൾ അവിടേക്കാണ് എത്തിക്കുന്നത്. പിന്നെ അവിടെ നിന്നുമാണ് വിൽപ്പനയും കയറ്റുമതിയുമെല്ലാം. ഏഷ്യയിലെ ഏറ്റവും വലിയ മിർച്ചി യാർഡാണ് ഗുണ്ടൂരിലേത്. ഈ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് പകുതി മാത്രം ഉണങ്ങിയതാണ്. ഇങ്ങനെ ഗുണനിലവാരം അനുസരിച്ചാണ് ഇവ വേർതിരിക്കുന്നത്. ഈ കാണുന്നത് പൂർണ്ണമായും ഉണങ്ങിയതാണ്. താഴെ ഒന്നും വിരിക്കാതെ മണ്ണിലാണ് ഈ മുളകുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഒന്ന് നോക്കിയേ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകളിൽ AC-യുടെ തണുപ്പടിച്ചിരിക്കേണ്ട ഐറ്റമാണ് ഈ കിടക്കുന്നത്. അതിനുശേഷം ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൈപ്പിന് ചുവട്ടിലെ വെള്ളത്തിൽ ഒന്ന് നനച്ചാൽ നനച്ചെന്ന് പറയാം. ഇവിടെ കൂട്ടിയിരിക്കുന്നതിൽ നല്ല കടുത്ത നിറത്തിലുള്ളതും അതിലും കുറഞ്ഞ നിറത്തിലുള്ളതും കാണാം. ആ നിറവ്യത്യാസം ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ ഇവിടുത്തെ തൊഴിലാളികളാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ജോലിയും കഴിഞ്ഞ് അവർ മടങ്ങുകയാണ്. അല്പസമയത്തെ ചിത്രീകരണവും സാധ്യമാക്കി ഞാനും ഇവിടെ നിന്ന് മെല്ലെ നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്ക, ബംഗ്ലാദേശ്, മിഡിൽ ഈസ്റ്റ്, ദക്ഷിണ കൊറിയ, UK, US, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് മുളക് പൊടി, വറ്റൽ മുളക് എന്നിവയുടെ പ്രധാന ഉൽപ്പാദകരും കയറ്റുമതിക്കാരും ഗുണ്ടൂർ ജില്ലയിലാണ്. അപ്പോൾ തന്നെ അറിയാലോ ഇവിടെ ചില്ലറ വിളവൊന്നുമല്ല നടക്കുന്നതെന്ന്. മുളകിലെ കാപ്സൈസിന്റെ അളവ് കാരണം ഇവ പല നിറങ്ങളിലും രുചികളിലുമുണ്ട്. ആന്ധ്രാപ്രദേശിലെ കറികളുടെയും വിവിധ ജനപ്രിയ വിഭവങ്ങളുടെയും ഒരു പ്രധാന ഭാഗമാണ് ഈ ഗുണ്ടൂർ മുളകുകൾ. ഞാൻ നേരം വൈകി ഇവിടെ എത്തിയതിനാൽ ഇവിടുത്തെ വിളവെടുപ്പ് എനിക്ക് കാണാൻ സാധിച്ചില്ല. ചിലപ്പോൾ കൈകൊണ്ടായിരിക്കാം. വിദേശ രാജ്യങ്ങളിലെ വിളവെടുപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അവർ പൂർണ്ണമായും മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. ഈ റോഡിന് എതിർവശത്തായി മറ്റൊരു മുളക് പാടമുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ധാരാളം ജോലിക്കാരുണ്ട്. അവരെല്ലാം വിളവെടുത്ത മുളകുകൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഞാൻ ക്യാമറയുമായി ചെല്ലുന്നത് കണ്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നെ അവർ എന്നോട് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. വിളവെടുത്ത മുളകുകൾ ഈ ചണച്ചാക്കുകളിൽ കുത്തി നിറയ്ക്കും. അത് ഫിൽ ചെയ്യുന്നതിന് വേണ്ടി അവർ ഇങ്ങനെ ചാക്കിലെ മുളകിൽ കയറി നിന്ന് ചവിട്ടിയിറക്കും. പിന്നെ അതിന് മുകളിൽ മുറിച്ചെടുത്ത ചാക്ക് വെച്ച് ഇങ്ങനെ സൂചിയും ചാക്കിന്റെ നൂലും ഉപയോഗിച്ച് തുന്നിക്കെട്ടി വെക്കും. ശേഷം ഇവ തൂക്കി നോക്കി മാറ്റിവെക്കും. അതിനുശേഷമാണ് ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞ ഓരോ ഫുഡ് പ്രോഡക്റ്റുകളുടെയും പിന്നാമ്പുറ കാഴ്ചകൾ അന്വേഷിച്ചു പോയാൽ ചിലപ്പോൾ നമ്മളത് തിരിഞ്ഞു പോലും നോക്കില്ല. ഒരാശ്വാസത്തിന് പറയുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് തന്നെ പറയാം. ഈ കാണുന്നതെല്ലാം പാക്കിങ്ങിനായി കൂട്ടിയിട്ടിരിക്കുന്നതാണ്.
ഇദ്ദേഹമാണ് ഈ കൃഷിയിടത്തിന്റെ ഉടമസ്ഥൻ. BN റെഡ്ഡി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അല്പസമയം അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച് കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കി. ഗുണ്ടൂർ മുളക് അവയുടെ തീവ്രതയ്ക്കും നിറത്തിനും പേര് കേട്ടതാണ്. ചൂടുള്ളതും ഈർപ്പമുള്ളതും എന്നാൽ വരണ്ടതുമായ കാലാവസ്ഥയാണ് മുളക് കൃഷിക്ക് വേണ്ടത്. വളർച്ചയുടെ ഘട്ടത്തിൽ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയും ആവശ്യമാണ്. അനുയോജ്യമായ താപനില പരിധി 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 37 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ മുളകിന്റെ വളർച്ചയെ ബാധിക്കും. അതുപോലെ തന്നെ കനത്ത മഴയിൽ ചെടി അഴുകിപ്പോവുകയും ചെയ്യും. മുളകിന്റെ വളർച്ചയ്ക്ക് ഈർപ്പം ആവശ്യമായതിനാൽ ഈർപ്പം നിലനിർത്തുന്ന കറുത്ത മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായത്. ധാരാളം വെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിളകളാണ് മുളക്. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നനച്ചാൽ മതി. അല്ലെങ്കിൽ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് പൂക്കൾ കൊഴിയുന്നതിന് കാരണമാകും. കനാൽ വഴി വരുന്ന വെള്ളം മോട്ടോർ ഉപയോഗിച്ച് ഈ കാണുന്ന പൈപ്പ് ലൈൻ വഴിയാണ് ഇവിടുത്തെ കൃഷിക്കായി എത്തിക്കുന്നത്. മുളക് തൈകൾ നട്ടതിന് ശേഷം 4 മാസം കഴിഞ്ഞാണ് ഇതിന്റെ വിളവെടുപ്പ്. പിന്നെ 2 ആഴ്ചയോളം വേണം ഉണക്കിയെടുക്കാൻ. 6 ഏക്കറോളം കൃഷിയിടം ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും കുറെ അറിവ് ഇദ്ദേഹത്തിൽ നിന്നും കിട്ടി. സായാഹ്ന സൂര്യൻ വാനിൽ തെളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തോടും യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. മലനിരകൾക്ക് പശ്ചാത്തലത്തിൽ അന്തിച്ചുവപ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന അസ്തമയ സൂര്യനെയും കൂട്ടുപിടിച്ച് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. എന്തായാലും ഈ കാഴ്ചയ്ക്ക് കിടക്കട്ടെ കുറച്ച് സാഹിത്യം.